നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ്. ഒരു മഹാക്ഷേത്രത്തിൽ വർഷങ്ങളായി കൊള്ള നടത്തുക, അതും അതിൻ്റെ അകത്തുള്ളവർ തന്നെ. എന്തൊരു വിരോധാഭാസമല്ലേ? കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത്രയും ഭക്തരുള്ള ശബരിമലയിൽ, അതായത് ഒരു ദിവസം അവിടെ വരുന്ന ഭക്തരുടെ എണ്ണം ലക്ഷങ്ങളാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ശബരിമല സന്നിധിയിലാണ് വലിയ കൊള്ള നടന്നത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നൊന്ന് അറിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും അല്ലേ? ശരിക്ക് അവിടെ സംഭവിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് അവിടുത്തെ സ്വർണ്ണ ഉരുപ്പടികൾ അടിച്ചു മാറ്റാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അതായത് ശബരിമലയിൽ ഒരു മഹസറുണ്ട്. ആ മഹസറിൽ സ്വർണം എന്നുള്ളതിന് പകരം ചെമ്പ് എന്ന് രേഖപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് ചെയ്തത്. അതാരാണ് ചെയ്യുന്നത്? അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, അതല്ലെങ്കിൽ അവിടുത്തെ ഉന്നതരായ ഉദ്യോഗസ്ഥർ. അതിന് കൂട്ടുപിടിച്ചത് അവിടുത്തെ ശബരിമലത്തെ തന്ത്രി, കണ്ഠര് രാജീവരെ പോലുള്ള ആളുകൾ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കണ്ഠര് രാജീവരെ പോലുള്ള മഹാന്മാരായ ആളുകളൊന്നും ഇത്തരം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുമെന്ന് ഞാനും ആദ്യം പ്രതീക്ഷിച്ചതല്ല. കാരണം രാജീവ് കണ്ഠർക്കൊക്കെ ധാരാളം പണമുള്ള ആളാണ്. അത് ഒരു മേൽശാന്തി ഒരു വർഷത്തിൽ എങ്ങനെ അവിടെ വരുന്നോ അതേ പണം അദ്ദേഹത്തിന് ഒരു സീസണിൽ കിട്ടുന്നു. ഓരോ സീസണും മാറി മാറി അവർ ഏട്ടൻ അനിയൻ എന്നുള്ള രീതിയിൽ മോഹനര് കണ്ഠരും രാജീവ് കണ്ഠരുമായിരുന്നു. ഇപ്പോൾ അവരുടെ മക്കളാണ് അവിടെ തന്ത്ര വിദ്യകൾ ചെയ്യുന്നത്, താന്ത്രിക പണികൾ ചെയ്യുന്നത്. ശരിക്കും ശബരിമലയിലെ തന്ത്രി ശബരിമലയിൽ സ്ഥിരമായിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാര്യം ഒരു ക്ഷേത്രത്തിലും തന്ത്രിമാർ സ്ഥിരമായി വരാറില്ല. അവിടുത്തെ പ്രധാന പൂജകളിൽ മാത്രം പങ്കെടുക്കുക എന്നല്ലാതെ ഇത് ശബരിമല നട തുറന്ന മുതൽ നട അടയ്ക്കുന്നത് വരെ തന്ത്രി അവിടെ ഉണ്ടാകും. അപ്പോൾ മഹസറിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ തന്ത്രി അടക്കമുള്ളവർ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയിൽ കൊടുത്ത പരാതി കുറ്റപത്രത്തിൽ പറയുന്നത്. അതാണ് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനും ജയിലിൽ അടയ്ക്കാനും കാരണമായത്. പക്ഷേ പലരും പറയുന്നുണ്ട് ശബരിമല തന്ത്രി അതിനകത്തുണ്ടോ? അതിപ്പോഴും സംശയമാണ്. പക്ഷേ SIT കൃത്യമായി പറയുന്നു, ശബരിമല തന്ത്രി അറിയാതെ അവിടുന്ന് ഒരു വസ്തു പോലും പുറത്തേക്ക് കൊണ്ടുപോകില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. വിജയ് മല്യ സ്വർണം പൂശാൻ തീരുമാനിക്കുന്നു. UB ഗ്രൂപ്പിൻ്റെ വിജയ് മല്യ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ അവിടെ സ്വർണം പൂശുന്നു. എവിടെ സ്വർണം പൂശുന്നു? ശബരിമല ദ്വാരപാലക ശില്പങ്ങളും കട്ടിലപ്പാളികളും അതിൻ്റെ ശ്രീകോവിലും അതിൻ്റെ മുകൾ ഭാഗവും എല്ലാം സ്വർണത്തിൽ പൊതിഞ്ഞ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. 45 കിലോ സ്വർണം അതിനുവേണ്ടി അദ്ദേഹം കൊടുത്തു എന്നാണ് രേഖകളിൽ പറയുന്നത്. പക്ഷെ ആ രേഖകളുടെ ഒരു കടലാസ് പോലും ഇപ്പോൾ ശബരിമലയിൽ ഇല്ല. ഇത് കൊടുത്ത ശേഷം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പലതവണ മാറ്റിക്കൊണ്ടുപോവുകയാണ്. എന്തിന്? രണ്ടാമത് അത് ഭംഗിയാക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ഭംഗിയാക്കുന്നത് എന്തിനാണ്? അതിൽ നെയ്യൊക്കെ തട്ടി അതിൻ്റെ സ്വർണത്തിന് മങ്ങലേറ്റു. അപ്പോൾ അതൊന്ന് സ്വർണം രണ്ടാമത് പൂശണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തി അവിടെയുള്ള കീഴ്ശാന്തി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടിലപ്പാളികളും എല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി അവിടെ നിന്നും കൊണ്ടുപോകുന്നത് പങ്കജ് ഭണ്ഡാരി എന്നുള്ള ഒരു സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഇത് കൃത്യമായി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരാനാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ ചെന്ന ശേഷം ഇത് ഉരുക്കി മറ്റൊരു മോൾഡുണ്ടാക്കി ഇതേപോലത്തെ സ്വർണം വളരെ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ എന്നെല്ലാം പറയും പോലെ സ്വർണം ജസ്റ്റ് ഒന്ന് പൂശിക്കൊണ്ട് തിരിച്ചുകൊണ്ട് ശബരിമലയിൽ വയ്ക്കുന്നു. ഇങ്ങനെ 1ഉം 2ഉം തവണയല്ല, 2019-ലും 2025-ലും വരെ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 2025-ലാണ് അവസാനത്തെ കൊണ്ടുപോകൽ നടന്നത്. അതിലാണ് PS പ്രശാന്ത്, പഴയ നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് വരുന്നത്.
PS പ്രശാന്തിനെ 4ാം പ്രതിയാക്കിയിട്ട് ഇപ്പോൾ അവസാന കുറ്റപത്രം സമർപ്പിച്ചു. അതിലും രാജീവ് തന്ത്രി പ്രതിയാണെന്നാണ് പറയുന്നത്. 7 പേരുടെ പേര് പറയുന്നുണ്ട്. അതിൽ മരിച്ച മുരാരി ബാബു അടക്കമുള്ളവർ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി എന്നോ പ്രഖ്യാപിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ തന്നെ ശബരിമല കേരളത്തിൻ്റെ വലിയൊരു സമ്പദ് വ്യവസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമാകും വിധം പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. പിൽഗ്രിം ടൂറിസം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ശബരിമല ടൂറിസം എന്നുള്ള ഒരു സാധനം കൂടി അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. കാര്യം, കോടിക്കണക്കിന് ആളുകളാണ് ശബരിമലയിൽ ഒരു വർഷം വന്നു പോകുന്നത്. അതായത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് അങ്ങനെ തുടങ്ങിയ പല സംസ്ഥാനങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ ശബരിമലയിലേക്ക് ആളുകൾ എത്തുന്നു, ഭക്തരെത്തുന്നു. ഇവരൊക്കെ വരുന്നത് വാഹനങ്ങളിലാണ്. ആ ടാക്സ് ഇനത്തിൽ മാത്രം കേരളത്തിന് കിട്ടുന്ന ഒരു സംഖ്യ. അതുപോലെ ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ, ഗുരുവായൂർ പോലെയുള്ള ഇടത്താവളങ്ങൾ, ഇവിടെയെല്ലാം ആ ഘട്ടത്തിൽ നല്ല കച്ചവടം നടക്കുന്നു. മാത്രമല്ല നല്ല വരുമാനമുണ്ടാകുന്നു. ഇത്രയും വരുമാനമുള്ള ക്ഷേത്രത്തെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് അവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയത്. ആ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികൾ ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ രാഷ്ട്രീയക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മാത്രമാകാം, പലതരത്തിലാകാം. അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. ഏതായാലും വലിയൊരു കൊള്ള തന്നെ അവിടെ നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ കിട്ടുന്നു. 2025 വരെ അവിടെ കൊള്ള നടത്തി എന്നുള്ളതാണ് അവസാനത്തെ രേഖകളിൽ പറയുന്നത്. ഇപ്പോൾ 2026 ഇപ്പോൾ നമ്മുടെ ദേവസ്വം പ്രസിഡൻ്റായി ജയകുമാർ സാറാണ് ചാർജ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം എങ്ങനെ ഈ ശബരിമലയെ കൊണ്ടുപോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പ്രത്യേകിച്ച് VD സതീശനെ പോലെയുള്ള മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് അദ്ദേഹം എങ്ങനെ ഇനി അടുത്ത ശബരിമല സീസണിൽ കൊണ്ടുപോകും. ഇപ്പോൾ ഈ കൊണ്ടുപോയ സ്വർണം തിരിച്ച് കിട്ടുമോ, അല്ലെങ്കിൽ ഇനി ആരൊക്കെ ഇതിൽ പ്രതികളാകും, ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും വലിയൊരു സ്വർണ്ണ കൊള്ള തന്നെ ശബരിമല നടന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു വിഷയവുമായി അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.